ഹായ് ഫ്രണ്ട്സ്, സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഊട്ടിയിൽ വന്നാൽ നമ്മൾ കണ്ടിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ചോക്ലേറ്റ് ഫാക്ടറിയും ടീ ഫാക്ടറിയും. നമ്മളുടെ ഗൂഗിൾ മാപ്പിൽ ബെഞ്ച് മാർക്ക് അല്ലെങ്കിൽ ടീ ഫാക്ടറി എന്നടിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ലൊക്കേഷനിൽ വന്നു ചേരാൻ കഴിയും. ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതാണ് അവിടേക്കുള്ള മെയിൻ എൻട്രൻസ്. നമ്മൾ ആദ്യം ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. അതിൻ്റെ മുകളിലൊക്കെ കണ്ടില്ലേ ചോക്ലേറ്റ് പോലെ ഡിസൈൻ ചെയ്ത് വരച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് പോയി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ ചെന്നു. ഒരു ടിക്കറ്റിന് 30 രൂപയാണ് ചാർജ് വരുന്നത്. ആ 30 രൂപയ്ക്കുള്ള ചോക്ലേറ്റ് നമുക്ക് അവിടെ നിന്നും കോംപ്ലിമെൻ്ററി ആയി നമുക്ക് അവർ നൽകും. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണുന്നത് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയാണ്. അവിടെ നമ്മൾക്ക് ഇതൊന്നും പറഞ്ഞു തരാനൊന്നും ആരുണ്ടാവില്ല. അവിടെ അനൗൺസ്മെൻ്റ് ഉണ്ടാവും, ബോക്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അതൊക്കെ കേട്ട് വേണം നമുക്കത് മനസ്സിലാക്കിയിട്ട് പോകാൻ. ഓരോരോ പ്രോസസ്സിങ് നടക്കുന്നത് അവർ വീഡിയോയിൽ ഇങ്ങനെ നമുക്ക് പറഞ്ഞും കാണിച്ചും തരുന്നുണ്ട്. അത് നമ്മൾക്ക് അവിടെ നിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പതുക്കെ നടന്നാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതുള്ളൂ. ഓരോരോ പ്രോസസ്സിങ് കഴിഞ്ഞ് അങ്ങനെ ചോക്ലേറ്റായി അപ്പുറത്തോട്ട് വരുന്നതടക്കം നമുക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. അങ്ങനെ നമ്മളെ ചോക്ലേറ്റ് ഫാക്ടറി കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലോട്ട് പോകണം. മുകളിലാണ് ടീ ഫാക്ടറി ഉള്ളത്. അവിടെയും നമ്മൾക്ക് ഒരു എൻട്രി ഫീസ് ഉണ്ട്. ഒരാൾക്ക് 10 രൂപയാണ് അവിടെ എൻട്രി ഫീ വരുന്നത്. 2 വാതിലാണ് ഇതിനകത്തേക്ക് പ്രവേശിക്കാനുള്ളത്. ഒന്ന് നമുക്ക് ടീ ഫാക്ടറി ഉള്ളിൽ നമുക്ക് ടീയുടെ പ്രോസസ്സിങ് അറിയാനും, മറ്റൊരു വാതിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള വഴിയാണ്. സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്നവർക്ക് എൻട്രൻസ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് എളുപ്പത്തിൽ അവിടെ എത്താം. നമ്മൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ടീ ഫാക്ടറിയുടെ ഉൾഭാഗം മുഴുവനും സന്ദർശിച്ചതിന് ശേഷം നമ്മൾക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഈ ഭാഗത്ത് മാത്രമേ ഉള്ളിലേക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ ചില്ലിലൂടെ അത് ഉണ്ടാക്കുന്ന രീതി നമുക്ക് കാണാം. ചില്ലിൻ്റെ പുറംഭാഗത്തായി ഓരോ ചായപ്പൊടിയുടെയും, അതായത് ഗ്രീൻ ടീ, മസാല ടീ എന്നിവയൊക്കെ ഉണ്ടാക്കുന്ന വിധം എഴുതി വച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരാൻ ഇവിടെ ആരും ഇല്ല.
എല്ലാം കണ്ടതിന് ശേഷം കോംപ്ലിമെൻ്റായി ഒരു ചായ നമ്മൾക്ക് തരും. ചായ നല്ല ടേസ്റ്റുള്ള ചായ കേട്ടോ.